ലഹരി എന്നാൽ എന്താണ്? അങ്ങനെ ഉത്തരം പറയണം. ലഹരി പിടിക്കുക എന്ന് പറഞ്ഞാൽ മതം പിടിക്കുക എന്നർത്ഥം. മതം പൊട്ടുക എന്നർത്ഥം. മതം പൊട്ടണോ നല്ലതിനാണോ? അല്ല. ലഹളയ്ക്ക് കാരണമാകുന്നത് അത് ദൈവത്തിന്റെ പേരിലായാലും ഒരു തരത്തിലുമുള്ള ഒരു കാരണം കൊണ്ടും ലഹരി വരെ എത്താതിരിക്കുക. ഒരു കാര്യത്തിനും ലഹളയിലേക്ക് എത്താതിരിക്കുക. ലഹരി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചുരുക്കെഴുത്തെന്ന് പറഞ്ഞാൽ ലഹളയ്ക്ക് കാരണമായിരിക്കുന്ന വസ്തുത എല്ലാം ലഹരിയിൽപ്പെടും. അപ്പൊ ലഹരി മനുഷ്യന് ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ലഹരിയല്ല ആവശ്യം, ജ്ഞാനമാണ്. അതിൽ നിന്നും ജനിക്കുന്ന സന്തോഷമാണ്, അതിൽ നിന്നും ജനിക്കുന്ന ആഹ്ലാദമാണ് ആവശ്യം, ആനന്ദമാണ് ആവശ്യം. അത് ലഹരിയല്ല. ലഹരി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വിശേഷണമല്ല, ആനന്ദത്തിന്റെ വിശേഷണമല്ല, സന്തോഷത്തിന്റെ വിശേഷണമല്ല, ഇതൊന്നുമല്ല ലഹരി, അല്ലേ? ഒന്നുമല്ല ലഹരി. ആനന്ദ ലഹരി, ഭക്തി ലഹരി, ലഹരി എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ഒരു മാഫിയയുടെ ഏർപ്പാടുകളാണ്, അല്ലേ? അതെ. ഭ്രാന്ത് എങ്ങനെയാ അങ്ങയുടെ? ഞാൻ സത്യസന്ധമായിട്ട് അങ്ങയോട് ചോദിക്കുക, അങ്ങയുടെ നാട്ടിൽ ഭ്രാന്തുള്ളവരുണ്ടായിരുന്നില്ലേ നേരത്തെ? അതെ, ഉണ്ടായിരുന്നില്ലേ? 100 പേരെ എടുത്താൽ 2-3 പേര് ഭ്രാന്തുള്ളവരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവർക്ക് ഭക്തി കൊണ്ടല്ലേ ഭ്രാന്തുണ്ടായത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ആ തറവാട്ടിലെ ആളുകൾ അമിത ദൈവഭക്തി ഉള്ളവരും ദൈവവിശ്വാസം തെറ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടല്ല ആ ഭ്രാന്തുണ്ടായിരുന്നത്. ആണോ? എന്നാണ് വിശ്വാസം. ആണ്. ഇനി ലഹരി ഉപയോഗിക്കുന്ന നാസ്തികവാദത്തിൽ നിന്ന്, ഭൗതികവാദത്തിൽ നിന്നല്ലേ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കുന്നത്. ബീഡി വലിക്കുന്നവരും കള്ളു കുടിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നവര് എങ്ങനെയുണ്ടായത്? അവർക്കും ഭ്രാന്തുണ്ടായിട്ടുണ്ട്. അതായത് ഡിപ്രഷൻ ഉണ്ടാകും ഇത് രണ്ടിലും. ഇനി മറ്റൊരു ഡിപ്രഷനാണ് സെക്സ്, അതിജൈവികത. സെക്സ് ഏറ്റവും വലിയ മാനസിക രോഗത്തിലേക്ക് വരും അതിജൈവികതയിലൂടെ. നമുക്കറിവില്ലെങ്കിൽ ദൈവികത നഷ്ടപ്പെടും സെക്സിലും. ഭൗതികതയിലും ദൈവികത നഷ്ടപ്പെട്ടാൽ അത് അതിഭൗതികതയിലേക്ക് പോകും. ആത്മീയതയിലും ദൈവികത നഷ്ടപ്പെട്ടാൽ അത് ആധ്യാത്മികതയിലേക്ക് പോകും. അപ്പൊ ജൈവികത എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള ഒന്നാണ് സെക്സ് എങ്കിൽ അത് അതിജൈവികതയിലേക്ക് പോകുമ്പോ അത് വളരെ ബ്രൂട്ടലായിട്ട് ചെയ്യും സെക്സ്. 8, 9, 10 കുട്ടികളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അതിജൈവികത അടിച്ചേൽപ്പിക്കുകയാണ് അവരെ. ആണോ? അത് അതിജൈവികതയാണ്. പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അതിജൈവികതയാണ്. എന്നുവെച്ചാൽ ജീവനെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ കപ്പാസിറ്റി ഒന്നും നോക്കുന്നില്ല, ആരോഗ്യം നോക്കുന്നില്ല, പ്രായം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അതിജൈവികത അടിച്ചേൽപ്പിക്കുകയാണ് അവരെ കാമിച്ച് കൊല്ലുകയാണ്, ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ്, നിഷ്ഠൂരമായിട്ട് മൃഗീയമായിട്ട് കൊല്ലുകയാണ്. പ്രേമം ഇല്ലാതെ, സ്നേഹം ഇല്ലാതെ ഇതിനെല്ലാം സമീപിക്കുകയാണ്. സ്നേഹമുണ്ടാകുന്നത് എങ്ങനെയാണ് സെക്സില്? അറിവിൽ നിന്നാണ്. സ്നേഹമുണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവികതയിൽ? അറിവിൽ നിന്നാണ്. സ്നേഹമുണ്ടാകുന്നത് എങ്ങനെയാണ് ഭൗതികതയിൽ? അറിവിൽ നിന്നാണ്. അറിവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴോ ഇത് ത്രിദോഷങ്ങളായിട്ട് വരും, പാപത്രയങ്ങളായിട്ട് വരും. ഇപ്പം നമ്മളുടെ ആമാശയം മാറാതെ നമ്മളുടെ ബ്രെയിൻ മാറില്ല, നമ്മുടെ മനസ്സ് മാറില്ല. കലാപം ഉണ്ടാക്കുന്നത് ആരാണ്? കലാപം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. സന്തോഷി, ഞാനപ്പോ വീണ്ടും എന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന ഒരു കാര്യത്തിനും ലഹരി ആവശ്യമില്ല. ഇല്ല. ലഹരി ഏതിൻ്റെതാണല്ലോ? സെക്സിന്റെ ലഹരി നല്ലതാണോ? ലഹരിക്ക് കാരണമാകുന്നതാണ്, അല്ലേ? ഭക്തിയുടെ ലഹരി അപകടമാണ്. ലഹരി ഏത് തരത്തിലുള്ളതായാലും അത് ലഹളയ്ക്ക് കാരണമാകും. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നമ്മള് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ലഹരി. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് ആചാര്യന്മാർ, ഏത് ഭക്തിയുടെ ലഹരി? ഇവിടെ ഒരുപാട് സൗന്ദര്യ ലഹരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. സംഗീത ലഹരി, ഭക്തി ലഹരി എന്നൊക്കെ ആ ലഹരി ഒരു തരത്തിലുള്ള ലഹരി നമുക്ക് നല്ലതിനുള്ളതല്ല. ഒരിക്കലുമല്ല മോഹൻജി. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. വിപ്ലവം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മോഹൻജി ഇത്. അല്ല, ലഹരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആളുകൾക്ക് തോന്നുന്ന 90% ആളുകൾക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ലഹരിയെ കുറിച്ചുള്ള അർത്ഥം മനസ്സിലാവുന്നത് മനസ്സിലുണ്ടാവുന്ന ഭാവം മദ്യവും മയക്കുമരുന്നും കഴിക്കുന്ന ലഹരിയാണ്. അതെ. അതിനേക്കാൾ വലിയ വിപത്താണ് ഭക്തി ലഹരിയും വിശ്വാസ ലഹരിയും മതലഹരിയും എല്ലാം എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുക, അല്ലേ? ലഹരി പിടിക്കുക എന്ന് പറഞ്ഞാൽ മതം പിടിക്കുക എന്നർത്ഥം.
മതം പൊട്ടുക എന്നർത്ഥം. ലഹളയ്ക്ക് കാരണമാകുന്നത് അത് ദൈവത്തിന്റെ പേരിലായാലും ഒരു തരത്തിലുമുള്ള ഒരു കാരണം കൊണ്ടും ലഹരി വരെ എത്താതിരിക്കുക, ഒരു കാര്യത്തിനും ലഹളയിലേക്ക് എത്താതിരിക്കുക. അതായത് ഈ പ്രവണത തുടങ്ങിയിട്ട് കുറെ നാളുകളായി. നമ്മുടെ സൗന്ദര്യ ലഹരി ഉൾപ്പെടെയുള്ളത് നമ്മുടെ അതായത് പാപത്രയത്തിന്റെ ത്രയംബകം ഒടിച്ച ശ്രീരാമചന്ദ്രൻ ആധ്യാത്മികതയ്ക്കെതിരായിരുന്നു, അതിഭൗതികതയ്ക്കെതിരായിരുന്നു, അതിജൈവികതയ്ക്കെതിരായിരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ദൈവികതയെയും ജൈവികതയെയും ഭൗതികതയെയും ചേർത്ത് വെച്ച് വിളക്കുന്ന വിളക്കായിട്ട് ദൈവവിശ്വാസം മാറണം. ഈ ത്രികണമാണ് ത്രിമൂർത്തി സങ്കല്പം എന്ന് പറഞ്ഞത്. അതായത് പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച ആ ശ്രീരാമചന്ദ്രന്റെ ചരിതം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോ ആ പുസ്തകത്തിന്റെ പേരങ്ങെന്ന് പറഞ്ഞു അധ്യാത്മരാമായണം എന്നാണോ? ആധ്യാത്മികത എന്താണ്? പാപത്രയമാണോ? അങ്ങനെയാണ് ആ പേര് വന്നിരിക്കുന്നത്. സൗന്ദര്യ ലഹരിയുണ്ട്, ഒരുപാട് ലഹരിയുടെ പുസ്തകം ഇവിടെയുണ്ട്. ഈ നമുക്ക് ഇപ്പോ കൊടുക്കേണ്ട സന്ദേശത്തിന്റെ വലിയൊരു വസ്തുത, ലഹരി എന്നുണ്ടായാൽ അതിനടുത്ത പതി അതിന് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുകയാണ് ലഹള, അല്ലേ? ലഹരിയുടെ റിസൾട്ട് ലഹളയാണ്. അതെ, അപ്പോൾ ലഹരിയും പാടില്ല. അതെ, അത് വിപ്ലവത്തെ സൃഷ്ടിക്കും. വിവേകത്തെ സൃഷ്ടിക്കണമെങ്കിൽ ലഹരി അല്ല വേണ്ടത്, ജ്ഞാനമാണ്, അറിവാണ് വേണ്ടത്. അറിവിൽ നിന്ന് ജനിക്കുന്നത് സ്നേഹമാണ്. അറിവിന്റെ ബൈ പ്രോഡക്റ്റ് സ്നേഹമാണ്. ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ മാതൃരാജ്യമാണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ അയൽവാസിയാണ്. ഇതെല്ലാം നമ്മളുടെ ജ്ഞാനമാണ്, ഇതെന്റെ മിത്രമാണ്, ജ്ഞാനമാണ്. നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠ ആചാര്യന്മാരോ കാലങ്ങളായിട്ട് വിദ്യാഭ്യാസ ലഹരി, ആനന്ദ ലഹരി, ഭക്തി ലഹരി, വിശ്വാസ ലഹരി എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ആ ലഹരിയിൽ നമ്മളെ മുക്കി താഴ്ത്തി വരും തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഇപ്പോഴും മുമ്പേ ചോദിച്ചത്, നമ്മൾ സന്ദേശം കൊടുക്കുമ്പോൾ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ആര് പ്രാവർത്തികമാക്കാൻ ഇവിടെ ആളില്ല. ഇല്ല. ഈ ആചാര്യന്മാരുടെ കരാളഹസ്തങ്ങളിൽ പെടഞ്ഞു നിൽക്കുവര്. ഈ ഇത്തരം ആചാര്യന്മാരുടെ വാക്കുകളിൽ പെട്ടു നിൽക്കുകയാണ്. കാരണം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഗരറ്റും ബീഡിയും ഈ ഹാൻസും അല്ലെങ്കിൽ MDMA-യും പെത്തഡീനും ഒന്നും അല്ല ലഹരി. അതിനേക്കാൾ വലിയ ലഹരി ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരൂന്നാ പറയുന്നവര്. ഇതിനേക്കാൾ വലിയ ലഹരി ഈ ആത്മീയതയിലുണ്ട്, ഇങ്ങോട്ട് വാന്ന്. എന്താണ് ആ ലഹരി? അച്ഛനെ അമ്മേനും ബലി കൊടുക്കുന്നത്. ചികിത്സ ഇല്ലാത്ത ലോകത്തിലേക്കാ മാടി വിളിക്കുന്നത്. അതായത് അച്ഛനും അമ്മേനെയും ബലി കൊടുക്കുന്ന, അച്ഛനോ അമ്മയെയും തിരിച്ചറിയാൻ പറ്റില്ലാത്ത, ഇതെന്റെ അമ്മയല്ല, ഇതെന്റെ അച്ഛനല്ല, എന്റെ പുനർജന്മം മറ്റൊന്നാണ്, എന്റെ മുജ്ജന്മം വേറെയാണെന്ന് ധരിക്കുന്ന, സ്വന്തം മക്കളെ പോലും പുനർജന്മമായിട്ട് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ ലഹരിയുടെ ലോകത്തേക്ക് ആണ് വിളിക്കുന്നത്. നരബലി നടത്താനും കൊലവിളി നടത്താനും ബ്ലാക്ക് മാജിക് നടത്താനും കൂടോത്രം ചെയ്യാനും പരദൂഷണം പറയാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക്, കലാപത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഈ ആത്മീയത. അങ്ങനെ ഓർത്ത് പോയി നമ്മള് ഇവിടെ ആത്മീയതയുടെ പേരില കൂടോത്രം, ബ്ലാക്ക് മാജിക്, എത്ര പേരെയാണ് കൊല്ലുന്നത്? ചാത്തൻ കാവുകളിൽ ഉറഞ്ഞു തുള്ളുന്ന ആ വെളിച്ചപ്പാടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കള്ള നാണയങ്ങൾക്ക് മുമ്പിൽ പെടഞ്ഞു വീണ് മരിക്കുന്നവരും, സ്വത്ത് മുഴുവൻ കൊണ്ട കൊടുക്കുന്നവരും, പെമ്മക്കളെ കൂട്ടിക്കൊടുക്കുന്നവരും, ഭാര്യമാരെ തന്നെ കാഴ്ചവെക്കുന്നവരും, ആലംബഹീനരായിട്ടുള്ള ആളുകള് ആ ലഹരിക്ക് അടിമയാണ്. ഈ ആൾ ദൈവങ്ങൾ, ഈ ഉറഞ്ഞു തുള്ളുന്ന ആൾ ദൈവങ്ങൾക്കും ഈ കോമരങ്ങൾക്കും ഈ തെയ്യങ്ങൾക്കും കോലങ്ങൾക്കും അടിമകളാണ്. അങ്ങനെയുള്ള ഭക്തിയുടെ ലഹരിയിൽ ആറാടി ഇവിടെ പൂണ്ട് വിളയാടുകയാണ് ഒരു വിഭാഗം ആത്മീയവാദികൾ. ഇതാണോ ഈ ആത്മീയതയുടെ ലഹരിയിലേക്കാണോ ഈ ലഹരിയിൽ നിന്നും, ഭൗതികതയുടെ ലഹരിയിൽ നിന്നും ആത്മീയതയുടെ ലഹരിയിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്? ഈ ജൈവികതയുടെ ലഹരി വിറ്റ് ജീവിക്കുന്ന, വേശ്യാവൃത്തി നടത്തി വേശ്യാലയം ലോകത്തിൽ മുഴുവൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ വേറെയുണ്ട്. ജൈവികത, അതിജൈവികതയുടെ പേരിൽ. സ്നേഹം എന്ന് പറയുന്ന വികാരം ആദ്യം ഇത്തരക്കാരറിയേണ്ടത് അറിവിൽ നിന്ന് ജനിക്കുന്നതാണ്. അത് നിങ്ങളുടെ അറിവിൽ നിന്നല്ല, പരമമായിരിക്കുന്ന സത്യത്തിൽ നിന്നിട്ടാണ് ഈ അറിവ് ജനിക്കേണ്ടത്. പരമമായിരിക്കുന്ന സത്യം പരമാണുവിൽ നിന്നും ജനിക്കുന്നതാണ്. സ്പർശിച്ച് രുചിച്ച് മണത്ത് കണ്ട് കേട്ട് അറിയുന്ന പരമസത്യത്തിൽ നിന്നും ജനിക്കുന്നതാണ് പരമാർത്ഥ സത്യം. ആ പരമാർത്ഥ സത്യത്തിൽ നിന്നും പൊരുളിനെ, ജീവനെ ജനിപ്പിച്ച വൈഭവത്തെ,
ആ ദിവ്യശക്തിയെ, ആ ദ്രവ്യശക്തിയെ, ആ ദൈവശക്തിയെ തിരിച്ചറിയുവാൻ, സ്വന്തം സൃഷ്ടിയുടെ വൈഭവത്തെ തിരിച്ചറിയുവാൻ, ജീവനെ നിലനിർത്തുന്ന വൈഭവത്തെ തിരിച്ചറിയുവാൻ, അതിനെ കാവലിരിക്കുന്ന വൈഭവങ്ങളെ തിരിച്ചറിയുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഉഴലുന്ന ജനതയാണ് ഇന്നുള്ളത്. അതിനകത്ത് ആഹാരത്തിൽ മാറ്റം വരുത്തുക. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അരിയാഹാരം കഴിക്കുക എന്നുള്ളത്. ഹരിയാഹാരം കഴിച്ചാൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും, പരസ്പരം വിശ്വസിക്കാൻ കഴിയും. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പാടാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആനയുടെ കൂടെ നടക്കുന്ന പാപ്പാനും ഹരിയാഹാരമാണ് കഴിക്കേണ്ടത്, ആന കഴിക്കുന്നത് പോലെ. ഇല്ലെങ്കിൽ തുമ്പിക്കൈ എടുക്കുമ്പോൾ ആനയെ സംശയിക്കും. ആനയ്ക്ക് പാപ്പാനെയും വിശ്വാസം ഉണ്ടാവില്ല, ആനപ്പാപ്പാൻ ആനയും വിശ്വാസം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആനയെ കൊണ്ടു നടക്കുന്ന മനുഷ്യന് മറ്റൊരു മനുഷ്യന് വിശ്വാസം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അവന്റെ ആമാശയം മാറിയിട്ടതുകൊണ്ടാ. അവന്റെ ആമാശയം മാറി, അതുകൊണ്ടാ. രാവിലെ സാമ്പാറും ഇഡലിയും കഴിക്കുന്ന കാലത്തിൽ നിന്നും ഇപ്പോൾ രാവിലെ നോൺ കഴിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി. 3 നേരവും കഴിക്കുന്നത് ശവാഹാരമാണ്. ശിവത്വത്തിനായിട്ട് ആരും പ്രതീക്ഷിക്കണ്ട. എന്നിട്ട് ശിവഭക്തരെല്ലാം എന്താ ചെയ്യണത്? ശവാഹാരമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചുടലയിൽ നിന്നും ശവാഹാരം കഴിച്ച് മനുഷ്യ മാംസം കഴിക്കുന്നവനാണ് യഥാർത്ഥ ശിവൻ എന്നാണ് ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മുടെ ആചാര്യന്മാര്. ഇത്ര വലിയ തെറ്റിദ്ധാരണ ഈ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഇവരാണോ ആചാര്യന്മാര്? നമ്മുടെ ഋഷീശ്വരന്മാരും മഹർഷിമാരും അവതാരങ്ങളും എല്ലാം വേണ്ടുവോളം അതിലധികവും മാംസം കഴിച്ചിരുന്നു എന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആചാര്യന്മാരാണോ നമുക്ക് വേണ്ടത്? ആണോ? എന്നാ പിന്നെ ഇവരും കൂടി മാംസം കഴിച്ചു കാണിക്കൂ. ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറയണേ. ഇവരും കൂടി കഴിക്കട്ടെ. എന്താണ് അവിടെ വരുന്ന മാറ്റം? പറയണ്ടേ ഇവര് ഞങ്ങളിത് കഴിക്കാത്തത് ഇന്നത് കൊണ്ടാണെന്ന്. എന്തുകൊണ്ട് ഇവര് പറയുന്നത്? ഇവര് ചതിക്കുകയാണ് ഈ നാടിനെ. അറവ് ശാലകളാണ് ഇവിടെ മുഴുവൻ. അറവ് മലിനത്തിന്റെ കൂനകളാണെല്ലാം. ഇത് നമ്മൾ പറയുമ്പോ ഇത് എവിടെ തുടങ്ങുമെന്ന് മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. ഇവിടെ തുടങ്ങുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ആചാര്യന്മാര് ആദ്യം മാറണം. ഈ ആചാര്യന്മാരെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു വലിയ ജനത അന്ധതയിലേക്ക് പോവുകയാണ്. പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നും ഓരോ ലഹരിക്ക് അടിമപ്പെട്ട്, ഇപ്പൊ ആത്മീയതയുടെ പേരിലുള്ള ലഹരിയും ഈ ഭൗതികതയുടെ പേരിലുള്ള ലഹരിയും അതുപോലെ തന്നെ ജൈവികതയുടെ പേരിലുള്ള ലഹരിയും എല്ലാം അപകടമാണെന്ന് പറയുന്നതിന് പകരം ആ ലഹരിയിൽ നിന്നും ചാടി ഈ ലഹരിയിലേക്ക് വരൂ. അപ്പൊ വേറൊരു കൂട്ടര് ഈ ലഹരിയിൽ നിന്നും ചാടി സെക്സിന്റെ ലഹരിയിലേക്ക് വരും. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം ആത്മീയത എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ധ്യാനം എന്ന് പറയുന്നത്, ദൈവികത എന്ന് പറയുന്നത് സെക്സിനെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണെന്ന്. കാമത്തെ കൺവെർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ആത്മീയത ശക്തിപ്പെടുത്തുന്നത്. ധ്യാനത്തിലെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത്. അതായത് സെക്സിന്റെ എനർജിയാണ് പുള്ളി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആത്മീയത വളർത്താനേ. ദീക്ഷ കൊടുക്കുന്ന ആളുകൾ, ഈ ആചാര്യന്മാർ ആദ്യം, ഈ നാട് നന്നാക്കാൻ നടക്കുന്ന ആചാര്യന്മാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ദീക്ഷയെന്നും ആർക്കാണ് ദീക്ഷ കൊടുക്കേണ്ടതെന്ന്, എന്താണ് ഈ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ ദീക്ഷ എങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കണം എല്ലാവർക്കും ദീക്ഷ. എന്താണ് ദീക്ഷ എന്ന് പറഞ്ഞു പഠിപ്പിക്കണം. ഇത് പെണ്ണുങ്ങൾക്ക് ഒന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത പാവം പെണ്ണുങ്ങൾക്ക് ദീക്ഷ കൊടുത്ത് അവരുടെ ചാരിത്രം കവരുകയാണ്. അവരുടെ നാഡി പരിശോധിച്ചിട്ടാണ് അത്ര ഈ ദീക്ഷ കൊടുക്കുന്നത്. നാഡി സർട്ടിഫിക്കറ്റേ ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ചാണ്. വെറുതെ ഒരാൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ദീക്ഷ. അങ്ങനെ ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദീക്ഷ, ആത്മീയതയുടെ ദീക്ഷ. ആചാര്യസഭ ആദ്യം ദൈവത്തെ ഓർത്ത് ചെയ്യേണ്ടത്, ഈ പുതുതലമുറയോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഈ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഈ ജീവകുലത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ദീക്ഷ എന്താണെന്ന് പറയണം. ആർക്ക് ദീക്ഷ, എന്തിന് ദീക്ഷ, എന്താണ് ദീക്ഷ, ആരെങ്ങനെ കൊടുക്കുന്നതാണ്, എന്തെടുത്തു കൊടുക്കുന്ന സാധനമാണ് ദീക്ഷ. നാടി പിടിച്ചു നോക്കിയിട്ട് ഈ സ്ത്രീകൾക്കും ഒന്നും അറിയാൻ പാടില്ലാത്ത നമ്മുടെ ബാലിക ബാലന്മാർക്കൊക്കെ ദീക്ഷ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഈ ആചാര്യന്മാര് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കണം. മീശയുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഭൗതികവാദികൾ. ദീക്ഷയുമായിട്ട് ഇറങ്ങിയേക്കണത് ആത്മീയവാദികൾ. വളരെ ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്. നമ്മുടെ വരും തലമുറയെ മുച്ചൂടും മുടിക്കുന്ന ഒരവസ്ഥയിലാണ്. മര്യാദയ്ക്ക് വസ്ത്രം പോലും ധരിക്കുവാൻ അറിയാൻ പാടില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക ഇവിടെ. വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആഹാരമാണ് നമ്മുടെ മൃഗീയതയില് പോലും എത്താതെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും മൃഗീയതയ്ക്കും അപ്പുറത്തേക്ക് മനുഷ്യരാശിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആഹാരത്തിലൂടെ ആമാശയത്തെ ശുദ്ധി ചെയ്യുമ്പോൾ മാത്രമാണ് മുന്നോട്ട് വരാൻ കഴിയുന്ന അങ്ങ് സന്ദേശത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു.
അതെ, അതെവിടെ തുടങ്ങണം, ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്ന് മാത്രമാണ് സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. കൂട്ടായിട്ടുള്ള ശ്രമത്തിലൂടെ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് കേട്ടിട്ട് നാസ്തികവാദികളും സന്തോഷിക്കണ്ട. കാരണം ഈ ലോകത്തെ മുച്ചൂടും മുടിച്ചതില്, ഈ ലോകത്തെ ഇത്രയും ഈ ലഹരിയുടെ, ഭൗതിക ലഹരിയുടെ അടിയിലേക്ക് ജനങ്ങളെ മുക്കിത്താഴ്ത്തിയത് നാസ്തികവാദികളാണ്. ഇവിടുത്തെ ജനങ്ങളെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ ലഹരി കുത്തി നിറച്ച് ഇവിടുത്തെ ജനതയെ നുണ പറയാൻ പഠിപ്പിച്ചത് ഇത്രയും രീതിയിൽ ഈ ദൈവവിശ്വാസത്തിന്റെ പേരിൽ അധർമ്മം പ്രവർത്തിക്കാനും അശാസ്ത്രീയത വളർത്താനും ദൈവത്തിന്റെ പേരിൽ സകല ശാസ്ത്രത്തെയും തള്ളിപ്പറയാനും ആ ദൈവവിശ്വാസത്തിന്റെ പേരിൽ വിഭാഗീയത സൃഷ്ടിക്കുവാനും ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് മതങ്ങളാണ്. ഇവിടുത്തെ ജാതി സംഘടനകളെ ഈ ജാതി പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ ആളുകള്. ഈ ജാതിയെ സംഘടിപ്പിക്കാനും ജാതിയെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട് നെഞ്ചത്ത് ബാഡ്ജും കുത്തിക്കൊണ്ട് കുറെ പേര് നടപ്പുണ്ടല്ലോ. ഇപ്പോഴും ഈ ചീഞ്ഞളിഞ്ഞ ജാതി വ്യവസ്ഥയുടെ പ്രതീകമായിട്ടുള്ള പ്രസ്ഥാനങ്ങള്, അവരും ഇതിനകത്ത് പ്രതിസ്ഥാനത്താണ്. ചുവപ്പിനർത്ഥം ചോരയാന്ന് എഴുതി ചേർത്ത ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന്റെ പങ്ക് പറ്റുന്നവരാണ്. ഇവിടുത്തെ വ്യവസായമായാലും കലകളായാലും സർവ്വതുമെല്ലാം രാഷ്ട്രീയ നിറം കൊടുത്ത്, മതത്തിന്റെ നിറം കൊടുത്ത്, സകല നിറങ്ങളും വിഭജിച്ചെടുത്തിരിക്കുക. സകല ലോകത്തെയും വിഭജിച്ചല്ലോ, ഇപ്പൊ നിറങ്ങളെയും വിഭജിച്ച് പങ്കുവെച്ചെടുത്ത് നിൽക്കുന്ന സകല ആളുകളും ഇതിനകത്ത് കുറ്റക്കാരാണ്. ഈ വിശ്വാസത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അകപ്പെടാതെ നിൽക്കുന്ന അറിവുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അറിവായിട്ട് കണക്കാക്കുകയും ഈ സന്ദേശം മാക്സിമം ആളുകളിൽ എത്തിക്കുകയും അവിടുന്ന് നല്ല പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ദീപത്തിലൂടെ അല്ലാതെ നന്മയിലൂടെ നീങ്ങാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ആചാര്യന്മാരെ വേദികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദികളിൽ കയറി ചെന്ന് തിരുത്തുവാനുള്ള ആർജവം ഇവിടുത്തെ ശാസ്ത്രവിശ്വാസികളായിട്ടുള്ള ഓരോരുത്തർക്കും ഉണ്ടാവണം. അതൊരു സന്ദേശമാണ്. അങ്ങിപ്പോ പറഞ്ഞതാണ് ശരി. ആ ഒരവസ്ഥയിലോട്ട് ജനം പ്രതികരിക്കുന്ന അവസ്ഥ എത്തേണ്ട സാഹചര്യമായി. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാര് കൊലവിളി പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കയറി ചെന്നിട്ട് ഇത് ധർമ്മമല്ല എന്ന് പറയാനുള്ള ആർജവം ജനങ്ങൾ കാണിക്കണം. നമ്മുടെ ആത്മീയ ആചാര്യന്മാര് പൊതുവേദികളില്, ക്ഷേത്രവേദികളിലായാലും പള്ളികളിലായാലും എവിടെയായാലും ശാസ്ത്രീയതയ്ക്ക് നിരക്കാത്ത, സ്നേഹത്തിന് നിരക്കാത്ത, അറിവിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കയറി ചെന്ന് ആ സമക്ഷത്ത് വെച്ച് തിരുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികളെ അതിനുള്ള ആർജവം ഉണ്ടാവട്ടെ, ജനത കേൾക്കാനുള്ള ആർജവം ഉണ്ടാവട്ടെ. അത് മാത്രമാണ് പറയാനുള്ളത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ അറിവിനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ നമ്മളുടെ ആചാര്യന്മാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും, ഭൗതികവാദികൾക്കും എല്ലാവർക്കും അറിവിനെ പറഞ്ഞു കൊടുക്കാനും സന്തോഷത്തോടെ അറിവിനെ ഷെയർ ചെയ്യാനും കഴിയുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് മോഹൻജി ഞാനും ആഗ്രഹിക്കുകയാണ്. അങ്ങയിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആഹാരത്തിന്റെ ശിവാഹാരം കഴിച്ചുകൊണ്ട് ആമാശയം ശുദ്ധി ചെയ്യുകയും യാതൊരു തരത്തിലുമുള്ള ലഹരിക്ക് അടിമപ്പെടാതിരിക്കുകയും ചെയ്താൽ വരും തലമുറ നന്മയിലേക്ക് എത്തും എന്നാണ് അങ്ങയിൽ നിന്നും എനിക്ക് കിട്ടിയ പാഠം. തീർച്ചയായിട്ടും വലിയ സന്തോഷം. സന്തോഷം. പാല് കുടിച്ചാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. പാല് കുടിച്ചാലും ചോര കുടിച്ചാലും ചാരായം കുടിച്ചാലും ഒരേ മാനസികാവസ്ഥയായിരിക്കില്ല ആ വ്യക്തിയിൽ സംഭവിക്കുക. 3 അവസ്ഥയായിരിക്കും. അത് ഏതവസ്ഥകളാണെന്ന് ജനങ്ങളും ചിന്തിക്കുക. ഇതുപോലെ തന്നെയാണ് ആഹാരം, ഇതുപോലെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ചാലും എന്താണ് നമ്മളിൽ സംഭവിക്കുക, നിങ്ങൾ തന്നെ ചിന്തിക്കുക. നന്ദി സന്തോഷ്. നന്ദി. നമസ്തേ.